ശ്രീ പ്രേമൻ ഹാജരുണ്ടല്ലോ. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. സാറ്, വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദന രംഗത്ത് ജലവൈദ്യുത പദ്ധതികൾ വഴി ആഭ്യന്തര വൈദ്യുത ഉൽപ്പാദനത്തിൽ 150.636 മെഗാവാട്ടിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്. സൗരോർജ്ജ മേഖലയിൽ ഈ കാലയളവിൽ 2492.459 മെഗാവാട്ട് സോളാർ വൈദ്യുതി ഗ്രിഡിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 233.5 മെഗാവാട്ട് KSEBL-ഉം ബാക്കിയുള്ളത് സ്വകാര്യ വ്യക്തികൾ, സംരംഭകർ തുടങ്ങിയവരുടേതുമാണ്. എന്നാൽ സോളാറിൽ സ്ഥാപിത ശേഷിയുടെ 11.43% മാത്രമാണ് ഊർജ്ജമായി ലഭിക്കുന്നത്. വിൻഡ് മേഖലയിൽ സ്വകാര്യ കാറ്റാടി നിലയങ്ങൾ വഴി 36.65 മെഗാവാട്ടിൻ്റെ അധിക വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടായിട്ടുണ്ട്. ഈ കാലയളവിൽ സ്വകാര്യ സംരംഭകർ വഴി ചെറുകിട ജലവൈദ്യുത പദ്ധതികളിലൂടെ 29 മെഗാവാട്ട് സ്ഥാപിത ശേഷി വർധനവുണ്ടായി. മഴയുടെ ലഭ്യത കുറഞ്ഞതിനാലും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതിനാലും വൈദ്യുതിയുടെ ഉപഭോഗത്തിലെ പ്രതിദിന ആവശ്യത്തിൻ്റെ ഏകദേശം 17% മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനം. ടോട്ടൽ ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി നമുക്കിപ്പോൾ 2220 മെഗാവാട്ടാണ്. അതിൽ 10 വർഷക്കാലം കൊണ്ട് 8% വർധനവുണ്ടായി. നമ്മുടെ ആവശ്യം 6000 മെഗാവാട്ടാണ്. ശ്രീ പ്രേമൻ. കെ പ്രേമൻ. ഹാജരില്ല. പിന്നെ ആ ക്വസ്റ്റ്യൻ പോകും. ചോദ്യം നമ്പർ 32 എം വിജിൽ. രണ്ടാമത്തെ കൊടുക്കുക. രണ്ടാമത്തെ ശ്രീ വി ജോയ്. ഒരു ക്വസ്റ്റ്യൻ സപ്ലിമെൻ്ററി. എങ്ങനെയാ? അല്ല, അത് തർക്കിക്കേണ്ട കാര്യമില്ല. ആളില്ലല്ലോ. 2 പ്രാവശ്യം ഞാൻ വിളിച്ചല്ലോ. ആദ്യം ഇതിൻ്റെ ലീവ് ചോദിക്കുന്ന സന്ദർഭത്തിൽ പ്രേമനുണ്ടോ എന്ന് ഞാനിവിടെ വെച്ച് ചോദിച്ചതാണ്. അങ്ങ് സാധാരണഗതി കയ്യെങ്കിലും കാണിക്കേണ്ടതായിരുന്നു. ഒന്നും ചെയ്തില്ല. രണ്ടാമത് പേര് വിളിച്ചു, അപ്പോഴും ഇല്ല. മൂന്നാമത് പേര് വിളിച്ചു, അപ്പോഴും ഇല്ല. രണ്ടാമത്തെ ആൾ ശ്രീ വി ജോയിയെ വിളിക്കുന്നു. ശ്രീ വി ജോയ്. സാർ, നമ്മളിപ്പോൾ ഈ പീക്ക് അവറിൽ വൈദ്യുതി കട്ട് ചെയ്യുന്നൊരു സാഹചര്യം പലയിടത്തും സംജാതമായിട്ടുണ്ട്. എത്ര കാലത്തേക്ക് ആ കട്ട് വേണ്ടിവരും എന്നതിനെ സംബന്ധിച്ച് ഒന്ന് പറയാമോ സാർ? സാറേ, പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് രാജ്യത്തൊട്ടാകെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടാക്കിയിട്ടുണ്ട്. ജൂൺ 16 മുതൽ തിരികെ നൽകാമെന്ന കരാറിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്ക് കേരളം വായ്പയായിട്ട് വൈദ്യുതി വാങ്ങിയിട്ടുണ്ട്. അത് സാപ്പാണ്. അത് നമ്മൾ ജൂൺ 15 ശേഷം മടക്കി കൊടുക്കുന്നുള്ള നിലയിലാണ്. അപ്പോൾ ആ മടക്കി കൊടുക്കലിൽ നമുക്ക് വീഴ്ച വരുത്താൻ പറ്റില്ല. നമ്മളിപ്പോൾ മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 1 തന്നെ മൺസൂർ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4100 മെഗാവാട്ടിൻ്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചത്. എങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനമായ 1700 മെഗാവാട്ടും കേന്ദ്ര നിലയങ്ങളിൽ നിന്നുള്ള 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന 612 മെഗാവാട്ടും വൈദ്യുതി പൂർണ്ണതോതിൽ ലഭിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഏതാണ്ട് 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് ജൂൺ 16 മുതൽ 30 വരെ നിലനിൽക്കുന്നുണ്ട്. പവർ എക്സ്ചേഞ്ചുകളുടെ വൈദ്യുതി ലഭ്യതയും ഈ സവിശേഷ സാഹചര്യത്തിൽ 5% ചുരുങ്ങിയിരിക്കുകയാണ്. ഇക്കാരണങ്ങളാൽ ജൂൺ 16 രാത്രി 9-നും 12-നും ഇടയിൽ സംസ്ഥാനത്തെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണം വന്നിട്ടുണ്ട്. അണക്കെട്ടുകളിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് 47% ജലനിരപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 21.22% കുറയുകയാണ്. അതാണ് സ്ഥിതി സാർ. അതുകൊണ്ട് 16-ാം തീയതി 0.76 മില്യൺ യൂണിറ്റിൻ്റെയും 17-ാം തീയതി 1.08 യൂണിറ്റിൻ്റെയും 18-ാം തീയതി 0.294 യൂണിറ്റിൻ്റെയും 19-ാം തീയതി 0.125 യൂണിറ്റിൻ്റെയും കുറവുണ്ടായിട്ടുണ്ട്. അതിനുള്ള
ചെറിയ തോതിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അത് നല്ല നിലയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇതാണ് സവിശേഷമായിട്ടുള്ള സാഹചര്യം. ശ്രീ പി മമ്മിക്കുട്ടി. സർ, വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷകളിൽ എത്ര ദിവസം കൊണ്ട് തീർപ്പാക്കാൻ കഴിയുമെന്ന് സ്വീകരിക്കാമോ? സാർ, എത്രയും വേഗത്തിൽ തീർപ്പാക്കാം. എനിക്ക് ദിവസം എന്നല്ല, അങ്ങനെ നിഷ്കർഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. എത്രയും വേഗത്തിൽ തീർപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ശ്രീ യു ആർ പ്രദീപ്. സർ, കഴിഞ്ഞ 10 വർഷം കേരളത്തിനകത്ത് പവർ കട്ടോ റോഡ് ഷെഡിങ്ങോ ഒന്നും ഇല്ലാതെ നല്ല നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ അന്നും അങ്ങ് പറഞ്ഞ ഈ എൽനിനോ പ്രതിഭാസം നമ്മുടെ നാട്ടിനകത്ത് കാണാൻ കഴിഞ്ഞു. പക്ഷെ അത് മറികടക്കാൻ വേണ്ടി അന്ന് ചെയ്ത പോലെ തന്നെ ഇന്ന് പുതിയ ഗവൺമെൻറ് ഇത് മറികടക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ ഏതെങ്കിലും സഹായം തേടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എന്താണെന്ന് വ്യക്തമാക്കി തരാമോ സർ? സാറ്, വൈദ്യുതിയുടെ ആവശ്യകത വളരെ ശക്തമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണക്ഷനുകളുടെ എണ്ണം കൂടുന്നു, ഉപയോക്താക്കളുടെ എണ്ണം കൂടുന്നു. ഈ കാലാവസ്ഥ ചൂട് കൂടുന്ന സാഹചര്യം നമ്മൾ AC ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അതനുസരിച്ച് ലഭ്യത കുറയുന്നുണ്ട്. ആ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള പല നടപടികൾ, സോളാറിൻ്റെ പ്രൊജക്റ്റ്, കാറ്റാടിയുടെ പ്രൊജക്റ്റ്, അതുപോലെ തന്നെ മറ്റ് പ്രൊജക്റ്റുകൾ, നമ്മളുടെ പമ്പ്ഡ് സ്റ്റോറേജിൻ്റെ പ്രൊജക്റ്റ്, ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രൊജക്റ്റ്, അങ്ങനെയുള്ള വിവിധ പദ്ധതികൾ ഗവൺമെൻറ് പരിഗണനയിലും ചില കാര്യങ്ങൾ പുരോഗതിയും മുന്നോട്ട് പോവുകയാണ് സാർ. ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ. വൈദ്യുതി രംഗത്ത് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും വളരെ പിന്നോക്കാവസ്ഥയിലാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പുതിയൊരു മലപ്പുറം പാക്കേജ് എന്ന പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. 2024-25 ടേൺകി അടിസ്ഥാനത്തിലാണ് തുടങ്ങിയത്. 26 അത് ബോർഡ് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പം പ്രൊസീജിയർ നടക്കുന്നേ ഉള്ളൂ. മെറ്റീരിയൽസ് കിട്ടാനില്ല എന്ന പ്രയാസം നേരിടുകയാണ്. അതിൻ്റെ പ്രവർത്തനം വേഗത്തിലാക്കണം. അതോടൊപ്പം തന്നെ കോട്ടക്കൽ മണ്ഡലത്തിൽ അതിൻ്റെ ഭാഗമായി ഒരു സബ്സെക്ഷൻ ആരംഭിക്കാമെന്നുള്ള സ്ഥലം സൗജന്യമായി കൊടുത്തിട്ടുണ്ട്, ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്, വാടക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുകയാണ് സർ. അതും അനുവദിച്ചിട്ടില്ല. വളാഞ്ചേരി മേഖലയിൽ 2 സബ്സെക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും നടന്നിട്ടില്ല. സർ, ഈ പണി ഏറ്റവും എളുപ്പം മലപ്പുറം പാക്കേജ് പൂർത്തീകരിക്കാനും ഈ മണ്ഡലത്തിലെ ഈ ആവശ്യം പരിഗണിക്കാനും സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം സർ. സാർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. സാർ, ഒരു കാര്യം, നിയോജകമണ്ഡലം തലത്തിൽ വൈദ്യുതി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമായിട്ട് 4/7/11 ബഹുമാനായ ശ്രീ ആര്യാടൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ഒരു കമ്മിറ്റി, MLA-മാർ ചെയർമാനായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റി ഒന്നും കൂടി, ചില സ്ഥലങ്ങളിൽ അന്നൊക്കെ നമ്മളെല്ലാവരും അതിനകത്ത് യോഗം വിളിക്കുകയും കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റി നിയോജകമണ്ഡലം തലങ്ങളിൽ ഒന്നുകൂടി പുനഃസംഘടിപ്പിക്കണം, പുനഃസ്ഥാപിക്കണം. ഇവിടെ പറഞ്ഞ പ്രാദേശിക വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത് എത്രയും വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കണം. ശ്രീ പ്രേമൻ ലെഫ്റ്റ് ഔട്ട് ആയതാണ്. അങ്ങേക്ക് ഒരു ഉപചോദ്യം ചോദിക്കാം. സാർ, ഈ മൺസൂൺ കാലത്ത് ഇപ്പോൾ നമ്മുടെ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പവർ കട്ട്, വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ കായിക പ്രേമികൾക്കും അല്ലാത്ത ജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാരണമൊന്ന് വിശദീകരിക്കണം. സാർ, നേരത്തെ പറഞ്ഞ കാരണങ്ങളുണ്ട്. അതായത് മഴയുടെ കുറവ്, പുതിയ ഈ എൽനിനോ പ്രതിഭാസം, ഇതെല്ലാമാണ്. നമുക്ക് വാങ്ങിയത് തിരികെ കൊടുക്കാനുണ്ട്. ഞാൻ നേരത്തെ ഒന്നുകൂടി പറഞ്ഞതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കേരളം പച്ചക്കടം വാങ്ങിയത് സാർ. അത് ജൂണിൽ നല്ല മഴ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്ന് ഗവൺമെൻറ് വാങ്ങിയത്. ഈ ഗവൺമെൻറ് അല്ല. പക്ഷേ അത് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൂടി കൊടുത്ത്, എന്നാൽ എത്രയും കായിക പ്രേമികൾക്ക്, ഫുട്ബോൾ പ്രേമികൾക്ക് അസൗകര്യം കുറച്ച രൂപത്തിൽ ക്രമീകരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നു. അതിൽ വിജയം കണ്ടത് കാണുന്നു സാർ. ശ്രീ TP അഷ്റഫ് അലി. പുതിയ സബ്സ്റ്റേഷനുകൾ അനുവദിക്കുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. എൻ്റെ നിയോജക മണ്ഡലമായ കൊണ്ടോട്ടിയിൽ 33 kV സബ്സ്റ്റേഷനും അതിന് പുളിക്കലിൽ 110 kV സബ്സ്റ്റേഷൻ്റെയും പ്രപ്പോസലുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാമോ? പ്രത്യേകം പരിശോധിക്കുന്നതാണ് സാർ. ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ശ്രീ CR മഹേഷ്. അങ്ങ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായി വന്നതിന് ശേഷം 1 മാസത്തിനകം തന്നെ ഒട്ടുമിക്ക ജില്ലകളിലും പര്യടനം നടത്തുകയും എല്ലാ MLA-മാരെയും ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു ചേർത്ത് അതാത് മണ്ഡലങ്ങളിലെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേൾക്കുവാനും പരിഹാരം കാണുവാനും അങ്ങ് വളരെ വേഗത്തിൽ ഇടപെട്ട അങ്ങയുടെ ആ മനസ്സിനെ, ആ പരിശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സാർ, എൻ്റെ ചോദ്യം, കാറ്റടിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയാണ്.
സാർ, ഈ ഇലക്ട്രിക് പോസ്റ്റുകളുടെ നിലവാരം പരിശോധിക്കാൻ അങ്ങ് അടിയന്തരമായി ഇടപെടുമോ? സാറ് നിലവാരം പരിശോധിക്കണമെങ്കിൽ നമുക്കത് പരിശോധിക്കാം. നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ 8 ജില്ലകളിൽ ഇതിനോടകം യോഗം വിളിച്ചുകൂട്ടി, ജനപ്രതിനിധികളെല്ലാം പങ്കെടുത്തു. അതുപോലെ തന്നെ ഇപ്പം നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ മറ്റ് ജില്ലകളിലും യോഗം വിളിച്ചുകൂട്ടി. ഈ കാലവർഷത്തിൻ്റെ പ്രയാസങ്ങളുണ്ടാക്കുന്ന കാറ്റിലൊക്കെ മരം വീണ് പോസ്റ്റ് തകരുന്നതൊക്കെ എത്രയും വേഗം പരിഹരിക്കാൻ, പോസ്റ്റിൻ്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം. സാർ, ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. സർക്കാരിൻ്റെ കാലത്ത് 25 വർഷത്തേക്കുള്ള 4 രൂപ 39 പൈസക്ക് യൂണിറ്റിന് വില നിശ്ചയിച്ചുകൊണ്ട് 25 വർഷത്തേക്കുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരുന്നു എന്നതാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത് 9.5 രൂപക്ക്, 10 രൂപക്ക്, 10.5 രൂപക്കൊക്കെ കഴിഞ്ഞ കാലത്ത് വാങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങേണ്ടി വന്നത്? ആ എഗ്രിമെൻറ്റിന് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കണം. സാർ, എല്ലാവർക്കും അറിയാം ആ എഗ്രിമെൻ്റ് പല തർക്കങ്ങളിലും പെട്ടു. റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇടപെടലുണ്ടായി. അതുപോലെ തന്നെ ആപ്റ്റലിൻ്റെ കേന്ദ്ര അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ ഇടപെടലുണ്ടായി. അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നിലനിൽക്കുകയാണ്. ഈ കാലതാമസം വന്നതുകൊണ്ട് ഈ വിതരണ കമ്പനികൾ 4/29 നമുക്ക് തരാമെന്ന് സംബന്ധിച്ച കമ്പനികൾ സൗകര്യപൂർവ്വം അതിൽ നിന്ന് പിന്മാറാൻ പരിശ്രമിച്ചു. അതുകൊണ്ട് നമുക്ക് അനുകൂലമായ വിധി സമ്പാദനത്തിന് ഗവൺമെൻറ് ആക്ട് 108 അനുസരിച്ചുള്ള ഇടപെടലിനൊക്കെ കാലതാമസം വന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി പോലും അവസാനം നമ്മൾ ഇതിൻ്റെ വിതരണ കമ്പനികൾ സുപ്രീം കോടതിയിൽ പോയി. ആ കേസ് ഇപ്പോൾ അടുത്ത ആഴ്ച ഹിയറിംഗ് വരികയാണ്. ശ്രീ ആര്യാടൻ ആരംഭിച്ച ആ 4/29 സ്കീം നടപ്പിലാക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് പരമാവധി പരിശ്രമിക്കുന്നു. ശ്രീ TV ഇബ്രാഹിം. സർ, ഞാനും ഈ പറയുന്നത് മലപ്പുറം ജില്ലയിലെ പ്രത്യേക വൈദ്യുതി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 24, 25, 25, 26 തുടങ്ങിയ വർഷങ്ങളിൽ മലപ്പുറം പാക്കേജ് പ്രഖ്യാപിച്ചത്. ഈ മലപ്പുറം പാക്കേജ് പ്രഖ്യാപിച്ചു എന്നല്ലാതെ അത് വളരെയധികം മുന്നോട്ട് പോയിട്ടില്ല. 24, 25 വർഷത്തേത് ടെൻഡർ കഴിഞ്ഞ നടപടിക്രമങ്ങളായി. പക്ഷേ 25, 26 വർഷങ്ങളിൽ അതിൻ്റെ ടെൻഡർ നടപടി ഒന്നും ആയിട്ടില്ല. അതിന് പ്രധാനമായിട്ടും പറയുന്ന കാരണം അത് ഈ പ്രത്യേകിച്ച് KSEB ബോർഡിന് തന്നെ അതിൻ്റെ നിർവ്വഹണ ചുമതല കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ ഈ മെറ്റീരിയൽസ് മറ്റൊക്കെ കളക്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ അതിന് ബോർഡിന് തന്നെ കൊടുത്താൽ അത് വളരെ ഉപകാരപ്രദമാകും. ബോർഡിന് തന്നെ കൊടുക്കുമോ എന്നുള്ളതാണ്. 33 kV സബ്സ്റ്റേഷൻ മലപ്പുറം ജില്ലയിൽ വളരെ കുറവാണ് എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലെ മറ്റൊരു വൈദ്യുതിയുടെ ഈ ലാക്ക് ഓഫ് സ്കേഴ്സിറ്റി കാരണമെന്നും പറയുന്നു. 33 kV സബ്സ്റ്റേഷനും കൂടുതലായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പദ്ധതി തയ്യാറാക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നടപടികൾ ആലോചിച്ച് തീരുമാനിക്കും.